പലിശ കൂടിക്കൂടി വരികയാണ്. എല്ലാ സംഗതികൾക്കും അതേ നിർബന്ധിതമായി കുടുങ്ങിയ ആളുകൾ മാത്രമല്ല, അതൊരു വഴിയായി ജീവിതത്തിന്റെ മാർഗമായി കണ്ട് ലാഭം കിട്ടുന്ന ലാഭം എടുക്കുന്ന പലിശ വിഹിതം കൊണ്ട് തന്നെ ജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ നീങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. വീട്ടുകാരെ മുഴുവനും ഭക്ഷിപ്പിക്കുന്നതും നിത്യജീവിതത്തിന്റെ ചെലവ് കഴിയുന്നത് വരെ 4-5 സ്ഥലങ്ങളിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കാശിന്റെ ഇൻട്രസ്റ്റ് ആണ്. അത് 4 മാസം കൂടുമ്പോ വാങ്ങുമ്പോ 4 മാസം വാങ്ങുമ്പോ ഒരു സംഖ്യയുണ്ടാകും. അതുകൊണ്ട് വീട്ടിലേക്ക് ഒരു മാസത്തെയോ മറ്റോ സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങളും ശ്രദ്ധിക്കണം. മുമ്പ് കാലങ്ങളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ ആളും ഇതിലേക്ക് വിധേയപ്പെട്ടില്ലായിരുന്നു. ഇപ്പോൾ ധാരാളം പേര് ആ വിഷയത്തിൽ പോയി പെട്ടിട്ടുണ്ട്. വേണ്ട, നമ്മുടെ പള്ളയുടെ അകത്തേക്ക് പറ്റുന്നത് മാത്രമേ നമ്മൾ കഴിക്കാവൂ. എത്ര വലിയ മഹാന്മാരും നൽകിയ ഉപദേശം അത് തന്നെയാണ്. എത്ര വലിയ ഈമാനോടെ നടന്നവരല്ലേ അസ്ഹാബുൽ കഹ്ഫ്. അവര് ചെറുപ്പക്കാരല്ലേ സഹോദരങ്ങളെ. താടിയും മീശയും മുളക്കാത്ത ചെറുപ്പക്കാരായ അസ്ഹാബുൽ കഹ്ഫ് 7 പേര് നാട്ടിൽ നിന്ന് രാജാവിന്റെ അതിക്രമം ഭയന്ന് നാട് വിട്ടുപോയി. അവരൊരു ഗുഹയിൽ താമസിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വെയിലും മഴയും ഏൽക്കാതെ അവരെ ശരീരത്തിന് നല്ല ഭംഗിയോടെ അല്ലാഹു കാത്തു സൂക്ഷിച്ചത് 1ഉം 2ഉം വർഷമല്ല, 300 വർഷമാണ്. ആ 300 വർഷം സുഗമമായി അവര് വിശ്രമിച്ചവര് എഴുന്നേൽക്കുമ്പോ വിശപ്പ് തോന്നിയ സമയത്തും അവരൊരാളെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സമയത്ത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്ന ആളുകളോട് ഉപദേശം, ഫബഅസൂ വഹദകും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമാ ഫല്യഅതികും ബിർസിഖിൻ മിൻഹു വല്ലതലത്തുഫ് വലാ യുശ്ഇറന്ന ബികും അഹദാ. നാട്ടുകാരും അറിയാതെ സ്വകാര്യമായി പോയിട്ട് അവരെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് പഴയ കാലത്ത് നമ്മളെ കുഫിരിയത്തിന് നിർബന്ധിച്ച രാജാവ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ്. ആ രാജാവൊക്കെ മരിച്ച് നൂറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞു. കൊണ്ടുവരാൻ പോകുന്ന ആളുകളോട് കൊടുക്കുന്ന നിർദ്ദേശം, ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമാ. ഹലാലായ ഭക്ഷണം ഏതാണ് നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടുവരണം.